വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വളരെ നെഗറ്റീവ് ആയിരുന്ന സമയത്ത് ഞാനൊരു ഭദ്രകാളി രൂപത്തിലായിരുന്നു കേട്ടോ. ഞാൻ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോസിലും ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ മൂത്ത മകനായിരുന്നു എന്റെ മെയിൻ വേട്ടമൃഗം. അവൻ എന്റെ ശരിക്കും അടി കൊണ്ടിട്ടുണ്ട്. അടിച്ചിട്ടുണ്ട്, അടിച്ചുപ്പാട് വരുത്തിയിട്ടുണ്ട്. നന്നായിട്ട് ബെൽറ്റ് ഒക്കെ വെച്ചായിരുന്നു ഞാനത് അടിക്കുന്നത്. ഹായ് മക്കളെ, അടിച്ചു വളർത്തിയാലേ അവര് നന്നാവൂ എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? പല പേരൻസിനും കൺഫ്യൂഷൻ ആയിരിക്കണം. ചിലർ പറയും മക്കളെ അടിച്ചു തന്നെ വളർത്തണം, ഇല്ലെങ്കിൽ അവർ പാഴിപ്പോവും. ചിലർ പറയും ഒരിക്കലും അടിക്കാൻ പാടില്ല. ഇങ്ങനെ ആകെ ഒരു കൺഫ്യൂഷൻ അവസ്ഥയിലാണോ നിങ്ങളുള്ളത്? ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ വീഡിയോ ഫുള്ള് കാണുക കേട്ടോ. മക്കളെ ഒരിക്കലും അടിക്കാൻ പാടില്ല. കാര്യം നമ്മൾ അടിക്കുന്ന ഒരടി കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം ഇമോഷണൽ ഡാമേജ് ഉണ്ടാക്കും എന്നതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം. ഇന്നർ ചൈൽഡ് ഹീലിംഗിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ആന്തരിക മുറിവുകൾ ഉടക്കാൻ ചിലപ്പോ നമുക്ക് വർഷങ്ങൾ വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് യാതൊരു കാരണവശാലും കുഞ്ഞുങ്ങളെ അടിക്കാതിരിക്കുക. പഠനങ്ങൾ തെളിയിക്കുന്നത് അടിച്ചു വളർത്തുന്ന കുട്ടികൾ ഭാവിയിൽ ആത്മവിശ്വാസമില്ലാത്തവരും ആത്മാഭിമാനമില്ലാത്തവരും, അതുപോലെ തന്നെ അവര് ചിന്തിക്കുക വയലൻസ് ആണ് സ്നേഹം എന്നുള്ളതും ആയിരിക്കും. നമുക്ക് ചെറുപ്പത്തിൽ ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട് അല്ലെ? കണക്ക് സാറിന് അടി കിട്ടിയിട്ടുള്ളവരൊക്കെ കമന്റ് ഇടൂ യെസ് എന്ന്. നമുക്ക് ഒരുപാട് ചെറുപ്പത്തിൽ പേരൻസിന്റെ കയ്യിൽ നിന്ന്, സ്കൂളിൽ ചെന്നാല് ട്യൂഷനിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള തല്ലിന് വല്ല കൈയും കണക്കുണ്ടോ? നിങ്ങൾക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുക നമുക്ക് തല്ല് കിട്ടിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ നന്നായത്. അതുകൊണ്ട് മക്കളെ തല്ലി വളർത്തിയാലേ അവര് രക്ഷപ്പെടൂ എന്നുള്ള ചിന്തയാണ് മിക്ക പേരൻസിനും ഉള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേ ആർ നോട്ട് ലേണിംഗ് മെഷീൻസ്. കുഞ്ഞുങ്ങള് ലേണിംഗ് മെഷീൻസ് അല്ല എന്ന് മറന്നു പോകരുത്. അതുപോലെ പട്ടാള ചിട്ടയിൽ വളർത്തിയെങ്കിലേ കുട്ടികൾ നന്നാവുമെന്ന് കരുതിക്കൊണ്ട് ചില പേരൻസ് ഭയങ്കരമായിട്ട് കുട്ടികളെ പണിഷ് ചെയ്യുന്നത് കാണാം. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലുണ്ടാക്കുന്ന ആന്തരിക മുറിവുകൾ അത്രയും ഭയങ്കരമാണ്. അതുകൊണ്ടാണ് ടീച്ചർമാർ ഇത് പറഞ്ഞു തരുന്നത്. ഇതുവരെ നിങ്ങൾ കുഞ്ഞുങ്ങളെ അടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നെങ്കിൽ ഇനി അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഇപ്പൊ ഒരു അമ്മ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആലോചിച്ചിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും കുഞ്ഞൊരു കുരുത്തക്കേട് വേണമെങ്കിൽ ഒരൊറ്റ അടി ഇട്ട് കൊടുക്കും. ആ ഒരു അടി കുഞ്ഞിനെ വിഷമിപ്പിക്കും എന്നുള്ളതല്ലാതെ ആ അമ്മയുടെ അന്നേരത്തെ ആ ഒരു ഇമോഷനിൽ അങ്ങ് ചെയ്തു പോകുന്നതാണ്. ഇത് നമ്മൾ ന്യായീകരിക്കും, ഞാൻ അടിച്ചത് അവന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നന്നാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അടിച്ചു വളർത്തിയവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് എന്നുള്ളത്? അപ്പൊ നമുക്ക് വളരെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കാം. പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങളിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. കുട്ടികൾക്ക് അവരുടെ ഇമോഷൻസ് ഒക്കെ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള ഒരു സാഹചര്യമില്ല. ചിലപ്പോൾ നമ്മൾ തല്ലിയിട്ട് നമ്മളങ്ങ് ഓഫീസിൽ പോകും. കുഞ്ഞുങ്ങൾക്ക് ആ ഒരു മാനസിക പ്രയാസം പോലും താങ്ങാൻ പറ്റാതെ അവർ ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് പല മോശം കാര്യങ്ങളിലേക്കും പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോധപൂർവം അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വളരെ നെഗറ്റീവ് ആയിരുന്ന സമയത്ത് ഞാനൊരു ഭദ്രകാളി രൂപത്തിലായിരുന്നു കേട്ടോ. ഞാൻ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോസിലും ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ മൂത്ത മകനായിരുന്നു എന്റെ മെയിൻ വേട്ടമൃഗം. അവൻ എന്റെ ശരിക്കും അടി കൊണ്ടിട്ടുണ്ട്. അടിച്ചിട്ടുണ്ട്, അടിച്ചുപ്പാട് വരുത്തിയിട്ടുണ്ട്. നന്നായിട്ട് ബെൽറ്റ് ഒക്കെ വെച്ചായിരുന്നു ഞാനത് അടിക്കുന്നത്. അത്രയും എന്റെ ഉള്ളിൽ ആ സങ്കടങ്ങളും വിഷമങ്ങളും ഫ്രസ്ട്രേഷനും ഒക്കെ തീർക്കാനായിട്ട് ഞാൻ ശരിക്കും കുഞ്ഞിനെ ഒരുപാട് അടിക്കുമായിരുന്നു. പിന്നീട് ഞാൻ ഈ പോസിറ്റിവിറ്റിയിലേക്ക് എത്തി, ഞാൻ ഈ ഒരു ചേഞ്ചിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ കാരണം എന്റെ കുഞ്ഞിന്റെ ഉള്ളിൽ എന്തോരം ആന്തരിക മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഞാൻ അവനോട് സോറി പറഞ്ഞു. പിന്നെ അവൻ പറഞ്ഞു സാരമില്ല അമ്മ നെഗറ്റീവ് ആയിരുന്നത് കൊണ്ട് അന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു അങ്ങനെ അടിക്കാൻ പാടില്ല എന്നൊക്കെ, അതുകൊണ്ട് ചെയ്തു പോയതല്ല, അതൊന്നും എനിക്കിപ്പോ വിഷമമില്ല എന്ന് അവൻ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ നമ്മളെ ഇപ്പൊ മനസ്സിലാക്കാൻ തുടങ്ങി. നമ്മൾ പോസിറ്റീവായി മാറുമ്പോൾ നമ്മുടെ ഏറ്റവും ചങ്ക് ഫ്രണ്ട്സായി മാറും നമ്മുടെ മക്കള്. നമ്മളുടെ മക്കളുടെ റോൾ മോഡലായി നമ്മൾ മാറണം. ടീച്ചറും ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ മകൻ BBA പഠിക്കുമ്പോൾ അവന്റെ കോളേജിൽ ഫസ്റ്റ് ഡേ പോകുമ്പോൾ ടീച്ചർ പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യൂ, നിങ്ങളുടെ പേര് പറയുക, നിങ്ങളുടെ റോൾ മോഡൽ ആരാണെന്ന് പറയുക. അങ്ങനെ വന്ന് പറയാനായിട്ട് ടീച്ചർ പറയുകയുണ്ടായി. അപ്പോൾ എന്റെ മോനിങ്ങനെ, അവൻ ഭയങ്കര റൊണാൾഡോ ഫാനാണ് കേട്ടോ. അപ്പൊ അവനിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് റൊണാൾഡോയെ കുറിച്ച് പറയണമെന്നൊക്കെ ചിന്തിച്ച് അവിടെ പോയി നിന്നു. അവിടെ ചെന്ന് നിന്നപ്പോഴാണ് അവൻ ഓർക്കുന്നത് ശരിക്കും റൊണാൾഡോ ആണ് എന്റെ റോൾ മോഡല്, എന്റെ അമ്മ തന്നെയല്ലേ എന്റെ റോൾ മോഡല്. അമ്മ എന്ന് ആലോചിക്കുക എത്ര കഷ്ടതകളിൽ നിന്നാണ് ഇന്ന് ഉയർന്ന് ഈ ഒരു സ്ഥാനത്ത് എത്തി നിൽക്കുന്നത്. അങ്ങനെ അവനെ അവിടെ നിന്ന് പറഞ്ഞു എന്റെ അമ്മയാണ് എന്റെ റോൾ മോഡൽ, കാരണം ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് അവൻ പറയുകയും അവന്റെ ഫ്രണ്ട്സ് ഒക്കെ കൈയടിക്കുകയും ടീച്ചർ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തു എന്ന് കുഞ്ഞ് എന്നോട് വന്ന് പറഞ്ഞു. അവര് തന്നോട് പറയുമ്പോൾ ഞാൻ അറിയാതെ എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കാര്യം ഒരു സമയത്ത് ഒരു ഭദ്രകാളി രൂപത്തിലിരുന്ന അമ്മ ഇന്ന് എന്റെ അമ്മ എന്റെ റോൾ മോഡൽ ആണെന്ന് മകൻ പറയുമ്പോൾ ഏതൊരു വ്യക്തിയും, ടീച്ചർ ഈ ഒരു കഥയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഏതൊരു വ്യക്തിക്കും മാറാൻ പറ്റും. നമ്മൾ ഒന്ന് മനസ്സ് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ എന്നെ തന്നെ മാറ്റിയെടുത്ത് ഇന്ന് മക്കളുമായിട്ട് ഏറ്റവും നല്ല ഒരു ഇമോഷണൽ കണക്ഷനിലേക്കും അവരുമായിട്ട് നല്ലൊരു ബോണ്ടിലേക്കും എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് മാറി ചിന്തിക്കാനായിട്ട് തയ്യാറാവുക. ചെറിയ തെറ്റുകൾക്ക് പോലും കുഞ്ഞുങ്ങളെ തല്ലുന്ന പേരൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ തല്ലുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഒരു ഉള്ളിലൊരു ഫിയർ ആയിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് പേരൻസിനോട് പറയണമെന്ന് തോന്നിയാൽ പോലും അവർക്ക് പറയാൻ പേടിയാണ്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അച്ഛൻ എന്നെ അടിക്കും, അമ്മ എന്നെ അടിക്കും എന്നുള്ളൊരു പേടി കൊണ്ട് പല കാര്യങ്ങളും അവർക്ക്
തുറന്നു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പൊ കുഞ്ഞുങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് നമ്മളോട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അടിയും അതുപോലെ അവരെ ഉപദ്രവിക്കുന്നതും നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഓക്കെ ടീച്ചർമ്മ പറഞ്ഞത് ശരി, ഞങ്ങൾ തല്ലുന്നില്ല, പിന്നെ ഇവരെ നന്നാക്കി എടുക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നല്ലേ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത്. മക്കളെ, അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടോക്ക് വിത്ത് ദം. നിങ്ങൾ ഒന്ന് സ്വസ്ഥമായിട്ട് അവരോടൊപ്പം ഇരിക്കുക. അവർക്ക് ചിലപ്പോൾ ആ ഒരു ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ ടീനേജിലേക്ക് കടക്കുമ്പോൾ ആ ഒരു കിഡ്സ് ആയിരിക്കുന്ന സമയത്തെ പോലെയല്ല, അവർക്ക് ഒരുപാട് അവരുടെ ഉള്ളിൽ ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വരും. നിങ്ങൾ അവരോടൊപ്പം ഒന്ന് ഇരിക്കുക, എന്നിട്ട് അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറാവുക. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് സമാധാനത്തിൽ കേട്ട് അവരെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നത് പണിഷ്മെന്റ് അല്ല, അറ്റൻഷൻ ആണ്. കുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കുന്നത്, അവര് റെസ്പെക്ട് ചെയ്യുന്ന ആളുകൾ പറയുമ്പോഴാണ് കുട്ടികൾ അനുസരിക്കുന്നത്. അല്ലാതെ അവര് ഭയക്കുന്നവരോട് ഒരിക്കലും അവര് ഓപ്പൺ അപ്പ് ആവില്ല, അവര് മനസ്സ് തുറന്ന് സംസാരിക്കില്ല. നിങ്ങൾ പറയുന്നതല്ല കുട്ടികൾ ചെയ്യുന്നത്, ദേ ഡു വാട്ട് യു ഡു. നിങ്ങൾ എന്താണ് ചെയ്തത് അതാണ് അവർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് സമയം മൊബൈൽ ഫോണിൽ ചെലവാക്കുന്ന വ്യക്തിയാണെന്ന് ഇരിക്കട്ടെ. നിങ്ങൾ മക്കളെ ഉപദേശിക്കുകയാണ്, കൂടുതൽ സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യാൻ പാടില്ല, നീ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. അവർ തിരിഞ്ഞ് നമ്മളോട് ചോദിക്കുകയാണ്, അമ്മ എത്ര സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നത്, അല്ല അച്ഛൻ എത്ര സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ മറുപടി ഇല്ല. അതുപോലെ തന്നെ ഒരുപാട് സമയം ടിവിക്ക് മുന്നിൽ ചെലവഴിക്കുന്നവര്, ടി വി സീരിയലുകൾ കാണുന്നവര്, കുട്ടികളോട് കാണരുതെന്ന് പറയുന്ന കുട്ടികൾ പറയും, അമ്മയ്ക്ക് കാണാഞ്ഞപ്പോൾ എനിക്ക് എന്താ കണ്ടാലും തിരിച്ചു ചോദിക്കും അല്ലെ. അപ്പൊ മക്കള് നമ്മളെയാണ് റോൾ മോഡൽ ആക്കുന്നത് എന്ന് ഒരിക്കലും മറന്നു പോകരുത്. നല്ലൊരു ഭാവിയെ നമുക്ക് വാർത്തെടുക്കണമെങ്കിൽ നമ്മൾ ഇമോഷണലി ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. വയലൻസ് നിർത്തിയിട്ട് മക്കളെ സ്നേഹിക്കുക. നമ്മുടെ മക്കള് വളരെ പെട്ടെന്ന് അങ്ങ് വലുതാവുകയും പിന്നെ ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യാനായിട്ട്, പക്ഷെ അന്ന് ഞാൻ അടിക്കണ്ടായിരുന്നു, സ്നേഹം കൊടുത്ത് വളർത്താമായിരുന്നു എന്ന് പിന്നീട് ഓർത്ത് റിഗ്രറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ടീച്ചറമ്മയ്ക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ എന്റെ ലൈഫിൽ റിഗ്രറ്റ് ചെയ്ത സമയം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ മകനെ ഒത്തിരി അടിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ അടിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിച്ച് എനിക്കൊരു കുറ്റബോധം ഉള്ളിൽ തോന്നിയിരുന്നു. പിന്നെ അവനോട് ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിച്ച് ഇന്നർ ചൈൽഡൊക്കെ ഹീൽ ചെയ്തതിനു ശേഷമാണ് എന്റെ മനസ്സ് ഓക്കെ ആയത്. അപ്പൊ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ അടിയും അതുപോലെ അവരെ ഉപദ്രവിക്കുന്നതും ഒക്കെ നിർത്തിയിട്ട് സ്നേഹത്തോടെ അവരെ ഒന്ന് കേൾക്കുക, അവരൊന്ന് കേൾക്കാൻ തയ്യാറാവുക. അവരുടെ അടുത്ത് കുറച്ച് സമയം പോയിരിക്കുക. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് മനസ്സ് തുറന്ന് അവർ പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് എന്ത് സപ്പോർട്ടാണ് വേണ്ടത്, നല്ല ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, നല്ല സ്നേഹം കൊടുക്കുക. പണ്ടൊക്കെയുള്ള കാരണവന്മാർ പറയുന്നത് കേട്ടില്ലേ, ഒന്നേ ഉള്ളെങ്കിൽ കൊലക്കൊക്കെ തല്ലണമെന്ന്. അത് അന്തക്കാലത്ത് വലിയ കൂട്ടുകുടുംബങ്ങളിലൊക്കെ ഒരു അടിയെ കൊടുത്ത് വിചാരിച്ച് പിള്ളേർക്ക് വലിയ ഫീലിംഗ് ഒന്നുമില്ല. ഇന്ന് അങ്ങനെയല്ല. അണുകുടുംബങ്ങളിൽ അടിക്കുമ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് ഫീലിംഗ് ആവും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ അടിക്കാനും വഴക്ക് പറയാനും അവരെ പണിഷ് ചെയ്യാനും പോകാതെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുക. അവരെ കെട്ടിപ്പിടിക്കുക, അവരുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുക, അവരോട് പറയാം ഐ ലവ് യു എന്ന് പറയണം, ഐ കെയർ യു എന്ന് പറയണം. ഞാനുണ്ടടാ നിന്റെ കൂടെ, എന്റെ മോളുടെ കൂടെ അമ്മയുണ്ട്, അല്ലെ അച്ഛനുണ്ട്. ആ ഒരൊറ്റ വാക്ക് മതി അവരുടെ മനസ്സിലേക്ക്. അത് എന്ത് ആഴത്തിൽ പോകും നിങ്ങൾക്ക് അറിയാമോ? അവർക്കൊരു ജീവിതകാലം മുഴുവൻ അവരുടെ മനസ്സിന്റെ സമാധാനത്തിന് ആ ഒരു വാക്ക് മതി. അപ്പോൾ എല്ലാവരും ഇന്ന് ടീച്ചർമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും ഏറ്റവും നല്ല, ഏറ്റവും മികച്ച പേരൻസ് ആകാൻ, ഓൾറെഡി മികച്ചവരാണ്, അതിനേക്കാൾ മികച്ച പേരൻസ് ആകാൻ കഴിയട്ടെ എന്ന് ടീച്ചർമ്മ ബ്ലസ് ചെയ്യാണ് കേട്ടോ.